മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ തൃശൂർ പൂരം നടത്തേണ്ടതുണ്ടോ? അന്തിമ തീരുമാനത്തിനായുള്ള നിർണായക യോഗം ഇപ്പോൾ തൃശൂരിൽ കളക്ടറേറ്റിൽ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിമാരുണ്ട്, തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. യോഗത്തിന്റെ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് മുൻപിലേക്ക് എത്തുന്നത്. കളക്ടറെ നമുക്ക് കാണാം. തൃശൂർ MP സുരേഷ് ഗോപി, കമ്മീഷണർ നകുൽ ദേശ്മുഖ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ഈ ചേംബറിലേക്ക്, കളക്ടറിന്റെ ചേംബറിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. യോഗം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. MS ലിഷോയ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോയ്, എല്ലാവരും യോഗത്തിൽ പങ്കെടുക്കേണ്ടുന്ന എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ടോ? നിലവിൽ തൃശൂർ പൂരം നടത്തണമെന്നുള്ള ആവശ്യം തന്നെയാണ് ഇരു ദേവസ്വങ്ങളും മുന്നോട്ട് വെക്കുന്നത്. പാറമേക്കാവും തിരുവമ്പാടിയും അതേ ആവശ്യം മുന്നോട്ട് വെക്കുന്നു. 2006 സമാനമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടും അന്ന് പാറമേക്കാവിന്റെ ഭാഗത്തു നിന്നുള്ള ആണ് ഇങ്ങനൊരു അപകടം ഉണ്ടായത്. ആളുകൾക്ക് ജീവൻ നഷ്ടമായിട്ടും അന്ന് തൃശൂർ പൂരം നടത്തിയിരുന്നു. ഇത്തവണയും പൂരം നടത്തേണ്ടതുണ്ട്. വെടിക്കെട്ടിന്റെ കാര്യത്തിൽ ആണ് ഇതിലൊരു വ്യത്യസ്ത അഭിപ്രായമുള്ളത്. തിരുവമ്പാടി ദേവസ്വത്തിന് പൊട്ടിക്കാൻ, അതായത് വെടിക്കെട്ട് നടത്താൻ വേണ്ടി വെടിക്കോപ്പുകൾ ഇല്ലെങ്കിൽ അത് ഞങ്ങൾ നൽകാമെന്ന് പാറമേക്കാവ് പറയുകയും ചെയ്യുന്നുണ്ട്. പൂരം മാറ്റിവെക്കുക സാധ്യമല്ല. അതിന്റെ ഒരുക്കങ്ങൾ, അതിനായി ചെലവായിട്ടുള്ള തുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് ഇന്നലെ ദേവസ്വം പ്രതിനിധികൾ ഇന്നലെ മുതൽ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. MS ലിഷോയ് ഉണ്ട്. ലിഷോയ്, എല്ലാവരും എത്തിയോ യോഗം തുടങ്ങാനായി? യോഗം തുടങ്ങാനായി മന്ത്രിമാരുൾപ്പെടെയുള്ളവർ എത്തുന്നതേ ഉള്ളൂ. 10:45 കൂടിയാണ് യോഗം ആരംഭിക്കാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും തൃശ്ശൂരിലെ MLA P ബാലചന്ദ്രനും അതുപോലെ തന്നെ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, ഈ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ ദേശ്മുഖ് തുടങ്ങിയവരൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ദേവസ്വം മന്ത്രി VN വാസവൻ, മന്ത്രി K രാജൻ, മന്ത്രി R ബിന്ദു ഉൾപ്പെടെയുള്ള മന്ത്രിമാരും അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തും. ദേവസ്വം പ്രതിനിധികളും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറിമാരും ഇവിടേക്ക് എത്തിയിട്ടില്ല. അല്പസമയത്തിനകം അവർ എത്തിയ ശേഷമായിരിക്കും ഈ യോഗം ആരംഭിക്കുക. എന്തായാലും ഇന്ന് ഈ ഒരു യോഗത്തിൽ തന്നെ അന്തിമമായൊരു തീരുമാനം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇന്ന് രാവിലെയും ദേവസ്വം മന്ത്രി കണ്ട സമയത്ത് അറിയിച്ചിരുന്നത്. അതായത് തൃശ്ശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഏത് രീതിക്ക് പൂരം നടത്തണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനം ഇന്നത്തെ ഈ ഒരു യോഗത്തിലായിരിക്കും ഉണ്ടാവുക. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികൾ അവരുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ എക്സിക്യൂട്ടീവ്, അതായത് ഒരു ഫെസ്റ്റിവൽ കമ്മിറ്റിയിൽ നിന്ന് ഉയർന്നു വന്ന വികാരം, ഉയർന്നു വന്ന ഒരു തീരുമാനം, അതൊക്കെ തന്നെ മാധ്യമങ്ങളിലൂടെയും അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇന്നിപ്പോൾ നേരെ ഇവിടെ എത്തി ഇവിടെ ഈ ഒരു യോഗത്തിൽ അറിയിക്കുകയാണ് പ്രധാനമായും ചെയ്യുക. ആ യോഗത്തിൽ ഈ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെയും ഘടകക്ഷേത്രങ്ങളുടെയും ഒക്കെ തന്നെ നിലപാട് അറിഞ്ഞ ശേഷം ആയിരിക്കും, അതൊക്കെ തന്നെ കേട്ട ശേഷമായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് എന്തായാലും എത്തുക. തൃശ്ശൂർ പൂരം ഈ ഒരു വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്ന ഇടത്ത് ഉണ്ടായ പൊട്ടിത്തെറിയുടെ പശ്ചാത്തലത്തിൽ ഇത്രയധികം ആളുകൾ മരിച്ച ഒരു സാഹചര്യത്തിൽ ഏത് രീതിക്ക് നടത്തണം എന്നുള്ളതാണ് പല വിഭാഗങ്ങളിൽ നിന്നും പല രീതിക്കുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഈ ദേവസ്വങ്ങളുമായി ചർച്ച നടത്തിയ ശേഷം ഒരു സമവായത്തിലെത്തി ഒരു തീരുമാനത്തിലേക്ക്, അന്തിമ തീരുമാനത്തിലേക്ക് എത്താനായി ഇപ്പോൾ എന്തായാലും ഈ ഒരു ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ യോഗം വിളിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം തന്നെ 5 മണിയോടുകൂടി പാറമേക്കാവ് വിഭാഗവും അതുപോലെ തന്നെ 7 മണിയോടുകൂടി തിരുവമ്പാടി വിഭാഗവും അവരുടെ ഫെസ്റ്റിവൽ കമ്മിറ്റി ചേർന്നിരുന്നു. ചേർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അവർ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിരുന്നു. പാറമേക്കാവ് വിഭാഗത്തിന് അവർക്ക് പൂരവും വെടിക്കെട്ടും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ജോലികൾ ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വെടിക്കെട്ട് ഉൾപ്പെടെയുള്ളവ നടത്തണം എന്നുള്ളൊരു കാര്യമാണ് അവർ മുന്നോട്ട് വെച്ചിരുന്നത്. അതേസമയം തിരുവമ്പാടി വെടിക്കെട്ട് നടത്താനായി മുന്നോട്ട് വന്നിട്ടില്ല. പക്ഷേ മറ്റ് ചടങ്ങുകളും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളുമൊക്കെ തന്നെ അതുപോലെ തന്നെ സാധാരണഗതിയിൽ നടത്താറുള്ളത് പോലെ തന്നെ നടത്തണം എന്ന ഒരു ആവശ്യമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിട്ടുള്ളത്. എന്തായാലും ആ കാര്യങ്ങളിലൊക്കെ തന്നെ ഇന്ന് നടക്കുന്ന ഈ ഒരു യോഗത്തിലായിരിക്കും ഒരു തീരുമാനം ഉണ്ടാവുക. പൂരം നടത്തണമെന്നുള്ള ഒരു തരത്തിൽ തന്നെ നിലപാട് അവർ വ്യക്തമാക്കി കഴിയുമ്പോൾ സർക്കാർ ദേവസ്വങ്ങളെ പരിഗണിക്കും, അവരെന്തു പറയുന്ന അനുസരിച്ച് പരിഗണിക്കുമെന്നുള്ളതാണല്ലോ പറഞ്ഞത്. സർക്കാർ നിർബന്ധിതരാകുമോ? ഇതേത് ഇങ്ങനൊരു ദുരന്തം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും പൂരം നടത്താൻ ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കണമോ? ഇപ്പം നമ്മൾ അതുമായി ബന്ധപ്പെട്ടൊരു വിലയിരുത്തൽ നടത്തുമ്പോൾ
പൂരം എന്തായാലും അത് നടക്കുക തന്നെ ചെയ്യും. കാരണം കൊടിയേറ്റ് കഴിഞ്ഞാൽ പൂരം നടത്തണം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിലൊരു മാറ്റവും ഉണ്ടാകില്ല. പക്ഷേ അത് ഏത് രീതിക്ക് നടത്തണം എന്നുള്ളതാണ് ഇന്ന് നടക്കുന്ന ഒരു ചർച്ചയിൽ തീരുമാനമാവുക. അതായത് എത്രത്തോളം കാര്യങ്ങൾ ചടങ്ങുകളൊക്കെ തന്നെ എത്രത്തോളം കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ തന്നെ നടത്തേണ്ടിയിരിക്കുന്നു, അത് എത്രത്തോളം ആർഭാടം കുറയ്ക്കണം. എന്തായാലും സാധാരണഗതിയിൽ എല്ലാ വർഷവും ഉണ്ടാകുന്ന ഒരു ഏറ്റവും പൊലിമയുള്ളൊരു തൃശ്ശൂർ പൂരം എന്തായാലും ഇത്തവണ എന്തായാലും നടക്കില്ല എന്നുള്ള കാര്യം ദേവസ്വങ്ങൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ ഈ പൂരത്തിന് വേണ്ടി ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കിയ ഒരു സാഹചര്യമാണ് ഉള്ളത്. ഏതാണ്ട് 2 ദിവസം മാത്രം സാമ്പിൾ വെടിക്കെട്ടിന് മുൻപുള്ള സമയത്താണ് ഇത്തരത്തിലൊരു വെടിക്കെട്ട് അപകടം ഉണ്ടായത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് പൂരത്തിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങുക എന്നുള്ളത് അത് ദേവസ്വങ്ങളെ സംബന്ധിച്ച് കഴിയുന്നൊരു കാര്യമല്ല. മാത്രമല്ല അത് പൂരം കൊടിയേറ്റ് കഴിഞ്ഞതിനാൽ തന്നെ ചടങ്ങുകൾ എന്തായാലും നടത്തണം എന്നുള്ളത് തന്നെയാണ് ആചാരപരമായ കാര്യം എന്നുള്ളതാണ്. MP സുരേഷ് ഗോപി നടത്തിയൊരു പ്രതികരണമുണ്ട്, നമുക്ക് അതൊന്ന് കേൾക്കാം. ചർച്ചയുടെ ടേബിളിൽ വരട്ടെ, കേരള സർക്കാർ എന്താണ് തീരുമാനിക്കുന്നതെന്ന് കേൾക്കട്ടെ. സെൻസിബിൾ ആയിട്ടുള്ള ഡിസിഷന് കൂടെ നിൽക്കും. ആരുടെയെങ്കിലും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നിൽക്കാനൊക്കത്തില്ല, അതാരായാലും. ചർച്ചയിൽ എല്ലാ അഭിപ്രായങ്ങളും കേൾക്കും, തന്റെ അഭിപ്രായം പറയും. സുരേഷ് ഗോപി MP-യുടെ പ്രതികരണമാണ് കേട്ടത്. ആരുടെയും സ്വാർത്ഥ താല്പര്യത്തിനായി നിൽക്കില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നത്. ലിഷോയ് തുടരുന്നുണ്ട്. ലിഷോയ്, കോവിഡ് കാലത്ത് ഒരിക്കൽ പൂരം നടന്നിട്ടില്ല, പക്ഷേ അല്ലാതെയൊക്കെയും പൂരം നടന്നതായിട്ട് തന്നെയാണ് പൂരത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുക തന്നെ ചെയ്യുന്നത്. പൂരം എന്തായാലും നടക്കും, അത് എങ്ങനെയെന്നുള്ളതാണ് ഈ ലിഷോയ് സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും കഴിഞ്ഞു. തൊട്ട് മുൻപിലേക്ക് അടുത്ത ദിവസം എന്നോണം പൂരം എത്തി നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു ദുരന്തം സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ അതെങ്ങനെ ഇനി നടത്തും എന്നുള്ള കാര്യം അത് എല്ലാവരും ഉറ്റുനോക്കുന്നതാണ്. എന്താണ് സംഭവിക്കുക, ജനങ്ങളെത്തിയാൽ ജനവികാരം അത് പൂരം നടത്തണം എന്നുള്ളതാണെന്ന് നേരത്തെ ദേവസ്വം പ്രതിനിധികൾ പറയുന്നത് നമ്മൾ കേട്ടിരുന്നു. അതായത് ഇതൊരു നിലപാടെടുക്കുന്നതിന് മുൻപേ തന്നെ സർക്കാരിൻ്റേതായിട്ടുള്ളൊരു ചർച്ച, അതായത് മന്ത്രിതലത്തിലുള്ളൊരു ചർച്ച ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. ആ ചർച്ചകൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഈ ദേവസ്വങ്ങളുമായും അതുപോലെ തന്നെ മറ്റു വകുപ്പുകളുമായും ഒക്കെ തന്നെയുള്ള ഒരു ചർച്ചയിലേക്ക് എന്തായാലും കടക്കുക. നിലവിൽ ഇപ്പോൾ ദേവസ്വം മന്ത്രിയും അതുപോലെ തന്നെ റവന്യൂ മന്ത്രിയും മന്ത്രി ആർ ബിന്ദുവും ഉൾപ്പെടെയുള്ള മന്ത്രിമാരുമായി ദേവസ്വം മന്ത്രി ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഇന്നത്തെ ഈ ഒരു ചർച്ചയിൽ അത് ഏത് തരത്തിലുള്ള നിലപാടാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അത് സ്വീകരിക്കേണ്ടതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അതാണ് ഇവിടെ പ്രധാനമായും നോക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ തന്നെ എന്തായാലും തീരുമാനമെടുത്ത ശേഷമായിരിക്കും ഇന്നിപ്പോൾ ഈ ഒരു ചർച്ചയിലേക്ക് മന്ത്രിമാരെത്തുക. ഇന്ന് രാവിലെ ദേവസ്വം മന്ത്രി പറഞ്ഞൊരു കാര്യം വ്യക്തമാണ്. അതായത് ദേവസ്വങ്ങളുടെ ഒരു തീരുമാനങ്ങൾ അത് പൂർണ്ണമായും എന്തായാലും പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കും തുടർന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടക്കുക. അനുഭാവപൂർവ്വമുള്ള ഒരു കാര്യങ്ങളായിരിക്കും നടക്കുക. അതേസമയം തന്നെ പൂർണ്ണ തോതിൽ സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ള ഒരു പൂരം അത് ഇത്തവണ എന്തായാലും തൃശ്ശൂർ പൂരം കാണാൻ സാധിക്കില്ലെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. ഈ സാധാരണ ഉണ്ടാകാറുള്ള തരത്തിൽ ഉള്ള പൊലിമയോടുകൂടിയുള്ള ഒരു പൂരം എന്തായാലും നടത്താൻ ദേവസ്വങ്ങളും ഉദ്ദേശിക്കുന്നില്ല. അതേസമയം തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഒരു ഏതൊക്കെ തരത്തിലാണ് ഈ ചർച്ചകളിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്നുള്ള കാര്യമാണ് ഇന്നിപ്പോൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ചർച്ചയിൽ പ്രധാനമായും പങ്കെടുക്കുന്ന തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും അതുപോലെ തന്നെ ഘടകക്ഷേത്രങ്ങളിൽ നിന്നുള്ള ദേവസ്വം ഭാരവാഹികളും കൂടാതെ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുമൊക്കെ തന്നെയാണ് എന്തായാലും ഉള്ളത്. ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഈ ജില്ലാ കളക്ടറും കൂടാതെ കമ്മീഷണറും DIGയും ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. മേയർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു ചർച്ചയ്ക്ക് ശേഷം ആയിരിക്കും ഇതിലൊരു കൃത്യമായൊരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും ചർച്ച ഇന്നത്തെ ഒരു ചർച്ചയിൽ തന്നെ അന്തിമമായൊരു തീരുമാനം എടുക്കുമെന്നുള്ളത് തന്നെയാണ് ദേവസ്വം മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഒരു തീരുമാനത്തിലേക്ക് ഈ ഒരു ചർച്ച അവസാനിക്കുന്നതോടുകൂടി എത്തും എന്നുള്ള കാര്യം തന്നെയാണ് ദേവസ്വം മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്.